Linear stepper motor. Linear motor works on the same working principle as rotating motors. The difference of course is that linear motion is produced rather than rotation. അപ്പോൾ ഇവിടെ ലീനിയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. മറ്റേ നമ്മൾ സർക്കുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെങ്കിൽ ഇവിടെ ലീനിയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ലീനിയർ സ്റ്റെപ്പർ മോട്ടറിൽ വരിക. അപ്പോൾ ലീനിയർ മോട്ടോർ വർക്ക്സ് ഓൺ ദ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ആസ് same basic working principle of rotating motors. The difference of course is that the linear motion is produced rather than rotation. Rotation പകരം ലീനിയർ ആയിട്ടുള്ള ഒരു മോഷൻ ആണ് ഉണ്ടാവുക. Linear step motors are ideal for എന്തിനൊക്കെ അത് യൂസ് ചെയ്യുക? ഓപ്പൺ ലൂപ്പ് പൊസിഷൻ കൺട്രോൾ, വെലോസിറ്റി കൺട്രോൾ ആൻഡ് ആക്സലറേഷൻ കൺട്രോൾ. These are using for open loop position control, velocity control and acceleration control application with light loads ലാണ് ഇത് അപ്ലൈ ചെയ്യാം. It can be integrated with a linear encoder for closed loop control system. Okay, it can be integrated with a linear encoder for closed loop control system. With the closed loop control system വർക്ക് ചെയ്യണമെങ്കിൽ it should be integrated with an encoder. The linear stepper motors consists of a stationary track and a moving assembly. Stationary track എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ ആൻഡ് എ മൂവിംഗ് അസംബ്ലി. ശ്രദ്ധിക്കൂ, ഫിഗർ ശ്രദ്ധിക്കൂ. സ്റ്റേഷനറി ട്രാക്ക് എന്ന് പറയുന്നത് അടിയിലാണ്, മൂവിംഗ് അസംബ്ലി എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ സ്റ്റേഷനറി ട്രാക്ക് എന്ന് പറഞ്ഞാൽ അടിയിലെ പോൾസ് കണ്ടോ, അതേപോലെ തന്നെ തൊട്ട് മുകളിൽ മൂവിംഗ് അസംബ്ലി, അതിലാണ് കോയിൽസ്. മൂവിംഗ് അസംബ്ലി എന്ന് പറഞ്ഞാൽ റോട്ടർ പോലെ. സ്റ്റേഷനറി ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസംബിൾസ് ദാറ്റ് ദ സ്റ്റേറ്റർ ഓഫ് എൻ ഓർഡിനറി മോട്ടോർ. മൂവിംഗ് അസംബ്ലി റിസംബിൾസ് ദാറ്റ് ഓഫ് ദി റോട്ടർ ഓഫ് എ കൺവെൻഷണൽ മോട്ടോർ. അതിൽ വൈൻഡിങ്സ് ആർ പ്രൊവൈഡഡ് ഓൺ ദ മൂവിംഗ് അസംബ്ലി കേട്ടോ. അപ്പോൾ സ്റ്റേറ്റർ എന്ന് പറയുന്നതാണ് സ്റ്റേഷനറി ട്രാക്ക്, താഴെ മൂവിംഗ് അസംബ്ലി തൊട്ട് മുകളിൽ. The linear stepper motor consists of a stationary track and a moving assembly. The moving assembly of a linear stepper motor has a number of teeth that are similar to those found on the rotor in a conventional stepper motor, and it has two sets of field windings and permanent magnets. The stationary track can be considered as the stator of a conventional stepper motor. When the field windings of the moving assembly are engaged, the field windings are provided on moving assembly which resembles that of a rotor. അപ്പോൾ അതിലാണ് കോയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സ്റ്റേഷനറി ട്രാക്ക് മൂവിംഗ് അസംബ്ലിയിൽ ഫീൽഡ് വൈൻഡിങ്സ് ഓഫ് ദ മൂവിംഗ് അസംബ്ലി ആർ എനർജൈസ്ഡ്. എന്താ സംഭവിക്കുക? അപ്പോൾ വൺ സെറ്റ് ഓഫ് ടീത്ത് ഈസ് അലൈൻ വിത്ത് ദ ടീത്ത് ഓഫ് സ്റ്റേഷനറി ട്രാക്ക് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് സ്റ്റേഷനറി ട്രാക്ക് ആൻഡ് മൂവിംഗ് അസംബ്ലി ഹാവ് സിമിലർ ടീത്ത് സ്ട്രക്ചർ. നോക്കൂ, സ്റ്റേഷനറി ട്രാക്കിൻ്റെയും അതുപോലെ തന്നെ മൂവിംഗ് അസംബ്ലിയുടെയും ടീത്ത് സ്ട്രക്ചർ സെയിം ആണ്. At the center of the moving assembly, a permanent magnet is provided. At the center of the moving assembly, അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ഒരു പെർമനന്റ് മാഗ്നറ്റ്. വൈൻഡിങ്സ് ആർ പ്രൊവൈഡഡ് ഓൺ ദ മൂവിംഗ് അസംബ്ലി. ഈ വൈൻഡിങ്ങുകൾ എനർജൈസ് ചെയ്യുമ്പോൾ ആ മൂവിംഗ് അസംബ്ലിയിൽ എവിടെയാണോ വൈൻഡ് ചെയ്തിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എനർജൈസ്ഡ് ആവും, മാഗ്നറ്റൈസ്ഡ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേഷനറി ട്രാക്ക് അതിനോട് അട്രാക്റ്റഡ് ആയിട്ട് അത് വരും. അപ്പോൾ ആ സ്റ്റേറ്ററിലെ ട്രാക്കിനോട് അട്രാക്ഷൻ ആകത്തക്ക രീതിയിൽ മൂവിംഗ് അസംബ്ലി ഒരു ലീനിയർ മൂവ്മെന്റ് നടത്തും. അടുത്ത ഫേസിലേക്ക് എനർജൈസ് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റേഷനറി ട്രാക്കിൽ അതിനനുസരിച്ച് അത് അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും. A small offset is provided in order to facilitate the moving assembly to be attracted to the next available magnetic field in the track. A small offset is provided in order to facilitate the moving assembly to be attracted to the next available magnetic field in the track. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ, the magnetic flux from electromagnet aids the flux lines of one of the permanent magnet and cancels the flux lines of അത് സെന്റർ ഓഫ് ദ മൂവിംഗ് അസംബ്ലി ഒരു പെർമനന്റ് മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്രം ദ ഇലക്ട്രോമാഗ്നറ്റ് എയ്ഡ്സ് ദ ഫ്ലക്സ് ലൈൻസ് ഓഫ് വൺ ഓഫ് ദ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് ക്യാൻസൽസ് ദ ഫ്ലക്സ് ലൈൻസ് ഓഫ് ദി അതർ പെർമനന്റ് മാഗ്നറ്റ്. When current flow to the coil is stopped, moving assembly will align itself to the appropriate tooth itself, and a holding force ensures that there is no movement. The linear stepper motor is provided with a controller which selects the way in which field windings are energized so that the motor can move in the desired direction either forward or backward. ഇപ്പോൾ ഫീൽഡ് വൈൻഡിങ് ഒരു പ്രത്യേക തരത്തിൽ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഫോർവേഡ് മോഷൻ വരുത്താം, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്വേർഡ് മോഷൻ വരുത്താം. അഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ സ്റ്റെപ്പർ മോട്ടോർ. അപ്പോൾ ലീനിയർ സ്റ്റെപ്പർ മോട്ടോർസ് ആർ യൂസ്ഡ് ഫോർ പ്രിസൈസ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ, simple in construction, low cost position, velocity and acceleration control, reliability, suited for applications where space is limited, no servo tuning is required. Applications of linear stepper motor: pick and place equipment, conveyors, hexapod robots, laboratory equipment, pumps, valve actuators, etc. So applications of linear stepper motors are pick and place equipment, conveyors,
hexapod robot, laboratory equipment, pumps, valve actuators, etc. These are the applications and advantages of linear stepper motor. Then dynamic characteristics of stepper motors. The characteristics relating to motors which are in motion or about to start are called, അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടോറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. പുൾ ഇൻ ടോർക്ക് ആൻഡ് പുൾ ഔട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റെപ്പർ മോട്ടോർ. പുൾ ഇൻ ടോർക്ക് ആൻഡ് പുൾ ഔട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റെപ്പർ മോട്ടോർ ഈസ് കോൾഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പുൾ ഇൻ ടോർക്ക് കർവും പുൾ ഔട്ട് ടോർക്ക് കർവുമാണ് വരിക. Pull in torque and pull out characteristics of a stepper motor is called dynamic characteristics or torque speed characteristics. The area between pull in torque and pull out torque. The area between pull in torque and pull out torque represents those values of torque and stepping rate which the motor follows without losing synchronism, provided that has already started and synchronized. Area between pull in torque and pull out torque is known as slew range. അപ്പോൾ പുൾ ഇൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോർക്കിൽ വെച്ചിട്ടാണ് മെഷീൻ ശരിക്കുള്ള അതിൻ്റെ ഒരു സിങ്ക്രണൈസത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ആംഗിൾ ശരിക്കും സ്റ്റെപ്പർ മോട്ടറിൻ്റെതായിട്ടുള്ള ഒരു റേഞ്ച് സ്പീഡിലേക്ക് അത് വരിക. സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ആംഗിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണെന്ന് മാത്രം. അതേപോലെ ഒരു പർട്ടിക്കുലർ ടോർക്കിൽ അപ്പോൾ സ്റ്റെപ്പിംഗ് റേറ്റ് വേഴ്സസ് ടോർക്കാണ് ഗ്രാഫ്. സ്റ്റെപ്പിംഗ് റേറ്റ് എക്സ് ആക്സിസ്, ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കർവുകളാണ്. പുൾ ഇൻ ടോർക്ക്, പുൾ ഔട്ട് ടോർക്ക്. എക്സ് ആക്സിസിൽ വരുന്ന സ്റ്റെപ്പിംഗ് റേറ്റ്, വൈ ആക്സിസിൽ വരുന്ന ടോർക്ക്. സ്റ്റെപ്പിംഗ് റേറ്റ് വേഴ്സസ് ടോർക്ക്. സ്റ്റെപ്പിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ആംഗിൾ, നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ സെക്കൻഡ് ആണ് സ്റ്റെപ്പിംഗ് റേറ്റ്. സ്റ്റെപ്പിംഗ് റേറ്റ് മീൻസ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ സെക്കൻഡ്. ദർ ആർ ടു കർവ്സ്, പുൾ ഇൻ ടോർക്ക് ആൻഡ് പുൾ ഔട്ട് ടോർക്ക്. രണ്ട് കർവുകളുണ്ട്, പുൾ ഇൻ ടോർക്ക്, പുൾ ഔട്ട് ടോർക്ക്. അപ്പോൾ സ്റ്റെപ്പിംഗ് റേറ്റ് വേഴ്സസ് ടോർക്ക്, സ്റ്റെപ്പിംഗ് റേറ്റ് വേഴ്സസ് ടോർക്ക്. രണ്ട് കർവുകളുണ്ട്, പുൾ ഇൻ ടോർക്ക്, പുൾ ഔട്ട് ടോർക്ക്. ഓക്കെ. അപ്പോൾ പുൾ ഇൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the torque at which the motor is pulled into synchronism. Pull out torque എന്ന് പറഞ്ഞാൽ torque at which machine will be pulled out of synchronism. അപ്പോൾ എനിവേ ഇൻ ബിറ്റ്വീൻ ദീസ് ടു റേഞ്ചസ് ആണ് അവിടെ മെഷീൻ എപ്പോഴും എന്തിൽ റൺ ചെയ്യുക, സിങ്ക്രണൈസത്തിൽ മീൻ സിങ്ക്രണസ് സ്പീഡിൽ റൺ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. മെഷീൻ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പീഡിൽ ഈ സ്റ്റെപ്പർ മോട്ടറിനോട് ഉള്ള ഒരു സ്പീഡിൽ അത് നിൽക്കുക. പുൾ ഇൻ ടോർക്കിനേക്കാൾ കുറഞ്ഞാലും പുൾ ഔട്ട് ടോർക്കിനേക്കാൾ കുറഞ്ഞാലും സ്റ്റെപ്പർ മോട്ടറിന്റെ ഔട്ട് ഓഫ് റേഞ്ച് ആയി, സിങ്ക്രണൈസത്തിൽ നിന്ന് ഔട്ടായി. അപ്പോൾ ആ ഏരിയയ്ക്ക് പറയുന്നതാണ് സ്ലൂ റേഞ്ച്. Area between pull in torque and pull out torque is known as slew range. Dynamic characteristics are also known as torque speed characteristics. Two curves are there, pull in torque and pull out torque. അപ്പോൾ സ്റ്റെപ്പിംഗ് റേറ്റ് വേഴ്സസ് ടോർക്ക് ആണ്. സ്റ്റെപ്പിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് പെർ സെക്കൻഡ്. ആ പുൾ ഇൻ ടോർക്കിനും പുൾ ഔട്ട് ടോർക്കിനും ഇടയ്ക്കുള്ള റേറ്റിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇടയ്ക്കുള്ള റേഞ്ചിനെയാണ് സ്ലൂ റേഞ്ച്. സ്ലൂ റേഞ്ചിലാണ് സ്റ്റെപ്പർ മോട്ടർ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പീഡിൽ വർക്ക് ചെയ്യുക. ക്ലിയർ. അപ്പോൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിന് പറയുന്ന പേരാണ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോട്ടോർ വിച്ച് ആർ ഇൻ മോഷൻ. അല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് പുൾ ഇൻ ടോർക്ക് ആൻഡ് പുൾ ഔട്ട് ടോർക്ക്.